കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവൻ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാക്കിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ആൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തെയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് ഔസേപിതാവിൻ്റെ മരണത്തിരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ്. നോമ്പുകാലമാണെങ്കിലും ഔസേപിതാവിൻ്റെ ഈ തിരുനാൾ വളരെ സാഘോഷം സഭ ആചരിക്കുന്നത് ഔസേപിതാവിന് എത്രമാത്രം പ്രാധാന്യം സഭയിൽ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഔസേപിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ജോസഫ് നീതിമാനാകിയാലും അതുപോലെ തന്നെ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു വ്യക്തിയുടെ സ്വഭാവം എടുത്തു കാണിക്കുന്ന ഒരു വചനമായിട്ട് നമുക്കതിനെ എടുക്കുവാൻ സാധിക്കും. പഴയ നിയമ പുസ്തകത്തിൽ ദൈവത്തോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, അത് കായൻ്റെയും ആബേലിൻ്റെയും ആ ഒരു സംഭവത്തിലാണ്. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം നമ്മൾ കാണുക, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. നിന്റെ സഹോദരൻ ആബേൽ എവിടെ എന്ന് ദൈവം കായനോട് ചോദിച്ചപ്പോൾ കായൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? പക്ഷേ പിന്നീട് അവനോട് ദൈവം ഉത്തരം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമത്തിലേക്കെല്ലാം കടന്നു വരുമ്പോൾ പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ ആ ഒരു കാര്യം തെളിയിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ളവരുടെ അപരൻ്റെ കാവൽക്കാരനായി മാറുന്ന ഒരു തലത്തിലേക്കാണ് പിന്നീട് തിരുവചനങ്ങൾ തന്നെ മാറുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് അപരൻ്റെ കാവൽക്കാരനായിട്ട് മാറുക എന്നുള്ളതാണ്. ഔസേപിതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഔസേപിതാവിൻ്റെ അപരനാമങ്ങളായിട്ട് മുന്നിൽ നിൽക്കുന്ന 3 പദങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ദൈവജനനിയുടെ കാവൽക്കാരൻ എന്ന ഒരു അപരനാമമുണ്ട്. അതുപോലെ തിരുസഭയുടെ കാവൽക്കാരൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ. ഈ 3 പദങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിക്കുക. അത് ഒരു വ്യക്തിയുടെ സുഹൃതഭാവത്തെയാണ് കാണിക്കുക. കാരണം തൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ കാവൽക്കാരനായിട്ട് മാറുക. ഔസേപിതാവിനെ സംബന്ധിച്ച് മറ്റ് വ്യക്തികളുടെ കാവൽക്കാരനായി മാറുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒന്നാണ്. നമുക്കറിയാം, നമ്മളൊരു വ്യക്തിയെ കാവൽക്കാരനായി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അവൻ വിശ്വസ്തനായ ഒരു വ്യക്തിയാണോ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയാണോ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് നമ്മളൊരു കാവൽക്കാരനായിട്ട് എടുക്കുക. അതും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ ഒന്നിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും. ആ വ്യക്തിയിൽ ഇന്ന ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തിയെ നമ്മളൊരു കാവൽക്കാരനായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം അത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തെ സംബന്ധിച്ച് തൻ്റെ ഏറ്റവും വിലപ്പെട്ട 2 വസ്തുക്കളുടെ കാവൽക്കാരനായി ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണ്? ഔസേപിതാവിനെയാണ്. ഈ ഭൂമിയിൽ കാലൂന്നിയ അല്ലെങ്കിൽ പാദമൂന്നിയ ഏറ്റവും വിലപ്പെട്ട 2 വസ്തുക്കൾ, അത് തീർച്ചയായും പരിശുദ്ധ കന്യകാമറിയവും യേശുക്രിസ്തുവുമാണ്.
അങ്ങനെയുള്ള ആ രണ്ടുപേരുടെ കാവൽക്കാരനായി പിതാവായ ദൈവം ഔസേപ്പിതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അർഹതയുള്ള ഒരു വ്യക്തിയായിരിക്കും പിതാവായ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. തൻ്റെ ജീവിതത്തിലുടനീളം അവൻ്റെ കാവൽക്കാരനായി മാറുന്നതിൽ ഔസേപ്പിതാവിന് ഒരിക്കലും ഒരു മടിയും തോന്നിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചാൽ തനിക്ക് വരാൻ പോകുന്ന അപമാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന പോലുമില്ല. മറിച്ച് ഒരിക്കലും അവൾ അപമാനിതയാകാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനിത് ഇവളെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മേൽ വരാൻ പോകുന്ന ആരോപണങ്ങൾ എന്തെല്ലാമാണെന്ന് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും അവൾ അപമാനിതയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ഒരു തീരുമാനമെടുക്കുകയാണ്, രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ എൻ്റെ ഭാര്യയായിരിക്കാം, പക്ഷേ രഹസ്യത്തിൽ ഞാൻ അവളെ ഉപേക്ഷിക്കും എന്ന ഒരു തീരുമാനം അവൻ എടുക്കുമ്പോൾ അവിടെ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന്, ഒരു കാരണവശാലും നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പദമല്ല അത്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയും സർഗാത്മകമായ ധൈര്യത്തോടെ ഒരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുക. ഔസേപ്പിതാവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു കാര്യമായിരുന്നു അത്. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുകയും പിന്നീട് യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഔസേപ്പിതാവ് എപ്രകാരമാണ് മറിയത്തിനും യേശുവിനും കാവൽക്കാരനായിട്ട് മാറുന്നത്. ഒരിക്കൽ പോലും യാതൊരു പരാതിയും പറയാതെ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഔസേപ്പിതാവിനെയാണ് കാണുക. സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഓരോ സ്ഥലത്തേക്കും ഓടുമ്പോൾ ഒരിക്കലും ദൈവത്തിനെതിരെ ഔസേപ്പിതാവ് പരാതി പറഞ്ഞിട്ടില്ല. ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ മേന്മയും അതുതന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ പരാതികളില്ലായിരുന്നു. അതോടൊപ്പം തന്നെ താൻ നിമിത്തം മറ്റുള്ളവർ കളങ്കപ്പെടാൻ ആഗ്രഹിച്ചില്ല. ഇന്ന് പലപ്പോഴും മറ്റുള്ളവരുടെ സൽപ്പേരിൻ്റെ കളങ്കം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ആളുകൾ ശ്രമിക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുവാൻ സാധിക്കുക. ഇന്ന് യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്കും എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ പറ്റിയുള്ള ഊഹാപോഹങ്ങളാണ്. അത് പറഞ്ഞാൽ മാത്രമാണ് താൻ എന്ന വ്യക്തി ഇന്ന് നിലനിൽക്കുന്നുള്ളൂ എന്ന് അവർക്കറിയാം. കാരണം തങ്ങളുടെ അക്കൗണ്ട് കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെങ്കിൽ ഇതുപോലെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കണം. അത് കേൾക്കുമ്പോൾ ആളുകൾ ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി അവരുടെ ചാനലുകളിലേക്ക് കടന്നു വരും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. അങ്ങനെ അവസാനം തങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അസത്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും അത് തിരുത്തി പറയുവാൻ ഓരോരുത്തരും തയ്യാറാവും. കാരണം അവർ ആഗ്രഹിച്ച പർപ്പസ് അവിടെ നടന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എന്നാൽ മറ്റുള്ളവരുടെ പേര് കളയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനർത്ഥം നമ്മളെപ്പറ്റി നമുക്ക് മതിപ്പില്ല എന്നാണ്. തന്നെപ്പറ്റി ഒരു മതിപ്പുമില്ലാത്ത വ്യക്തികളാണ് മറ്റുള്ളവരുടെ സൽപ്പേര് കളയുവാൻ ശ്രമിക്കുക. തൻ്റെ മഹത്വം കുറഞ്ഞു വന്നു എന്ന് അവർക്ക് തോന്നുന്ന നിമിഷങ്ങളിലായിരിക്കും മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിച്ചിട്ടെങ്കിലും തനിക്ക് മുകളിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ടാകും. പക്ഷേ ഔസേപ്പിതാവിനെ സംബന്ധിച്ച് തൻ്റെ നാമം എത്ര അപമാനം സഹിച്ചാലും കുഴപ്പമില്ല, തൻ്റെ കൂടെയുള്ളവരുടെ പേര് നശിക്കാൻ പാടില്ല. അതുമാത്രമാണ് ഔസേപ്പിതാവ് ചിന്തിച്ചത്. ഒരുപക്ഷെ മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നതും അതുപോലെയുള്ള ഒരു ഭർത്താവിന് ലഭിച്ചു എന്നുള്ളതാണ്. യേശുവിനെ ഉദരത്തിൽ വഹിച്ചു എന്നതിനേക്കാൾ ഉപരിയായി ഔസേപ്പിതാവിനെ പോലെ തൻ്റെ അപമാനം ഒരിക്കലും തൻ്റെ പേര് നശിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന, തൻ്റെ പേരിന് ഒരു കാവൽ നിൽക്കുന്ന വ്യക്തിയായിട്ട് ഔസേപ്പിതാവിനെ ലഭിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ കന്യകാമറിയത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുക. മറിയത്തെ അറിയുന്ന, മറിയത്തിനു വേണ്ടി എന്തിനും നിലനിൽക്കുന്ന ഒരു വ്യക്തി. പ്രിയമുള്ളവരെ, ഇന്ന് പല ജീവിത പങ്കാളികളിൽ നിന്നും ഭാര്യമാരും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഇതുതന്നെയാണ്. തന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ ലഭിച്ചിരുന്നെങ്കിൽ, തന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് ഇന്ന് ഓരോ ജീവിത പങ്കാളിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. തൻ്റെ പേരിന് കളങ്കം വരുത്താത്ത, തനിക്ക് വേണ്ടി എന്ന് നിലകൊള്ളുന്ന ഒരു വ്യക്തിയെ ലഭിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇന്ന് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഔസേപ്പിതാവിനെ പോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുടെ കാവൽക്കാരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ പേരിന്
ഒരു സംരക്ഷണം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മളും അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളാണ്. ഇന്ന് ഔസേപിതാവിനെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉൾക്കൊള്ളുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഔസേപിതാവിനെ പോലെ എല്ലാവരുടെയും സംരക്ഷകനായിട്ട് മാറുവാൻ, ദൈവഹിതമനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ കൃപ യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.